അമേരിക്കയിൽ ജോലി നഷ്ടപ്പെടുന്ന വിദേശ തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയായേക്കാവുന്ന പുതിയ നീക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോലി നഷ്ടപ്പെട്ടാൽ പുതിയ ജോലി കണ്ടെത്താൻ നിലവിൽ ലഭിക്കുന്ന 60 ദിവസത്തെ സാവകാശം എടുത്തുകളയാൻ US ഭരണകൂടം ആലോചിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. നിർദ്ദേശം ഇപ്പോൾ ഔദ്യോഗികമായി നടപ്പാക്കിയിട്ടില്ല. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശ തൊഴിലാളികളെ, പ്രത്യേകിച്ച് H-1B വിസക്കാരെ നേരിട്ട് ബാധിച്ചേക്കും. നിലവിലെ വിവരങ്ങൾ പ്രകാരം US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് മുന്നോട്ട് വെച്ച നിർദ്ദേശം വൈറ്റ് ഹൌസിന്റെ ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ്. ആയതിനാൽ ഇപ്പോൾ തന്നെ 60 ദിവസത്തെ നിയമം അവസാനിച്ചുവെന്ന് പറയാനാകില്ല. നിർദ്ദേശം പിന്നീട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയും പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുകയും അതിനുശേഷം അന്തിമ തീരുമാനം എടുക്കുകയും വേണം. അമേരിക്കയിൽ ചില വിഭാഗങ്ങളിലുള്ള വിദേശ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഈ ഇളവ് നൽകിയത്. 2017 മുതൽ ചില നോൺ ഇമിഗ്രന്റ് വിസകളിലേക്കുള്ള തൊഴിലാളികൾക്ക് ജോലി അവസാനിച്ചാൽ പരമാവധി 60 ദിവസം വരെ അമേരിക്കയിൽ തുടരാൻ സാധിക്കും. എന്നാൽ അവരുടെ അംഗീകൃത താമസ കാലാവധി അതിനു മുമ്പ് അവസാനിക്കുന്നുണ്ടെങ്കിൽ 60 ദിവസത്തിന് പകരം ആ കാലാവധി വരെയാണ് സമയം ലഭിക്കുക. അതായത് 60 ദിവസമോ നിലവിലെ അംഗീകൃത താമസ കാലാവധിയുടെ അവസാനമോ ഏതാണ് ആദ്യം വരുന്നത് അതുവരെ തുടരാനാണ് നിലവിലെ നിയമം അനുവദിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ 60 ദിവസത്തിനുള്ളിൽ മറ്റൊരു കമ്പനി കണ്ടെത്താം. പുതിയ തൊഴിലുടമ വഴി വിസ നടപടികൾ തുടങ്ങാം. ചില സാഹചര്യങ്ങളിൽ മറ്റൊരു വിസയിലേക്ക് മാറാനും അമേരിക്കയിൽ നിയമപരമായി തുടരാനുള്ള മറ്റു വഴികൾ തേടാനും കഴിയും. അതുകൊണ്ട് തന്നെ ജോലി നഷ്ടപ്പെടുന്ന വിദേശ തൊഴിലാളികൾക്ക് ഈ 60 ദിവസം ഒരു വലിയ സുരക്ഷയാണ്. പുതിയ നിർദ്ദേശം നടപ്പായാൽ ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ഈ 60 ദിവസത്തെ അധിക സമയം ലഭിക്കില്ല. അങ്ങനെ വന്നാൽ ജോലി അവസാനിച്ച ഉടൻ തന്നെ അവരുടെ നിലവിലെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അമേരിക്കയിൽ തുടരാൻ മറ്റൊരു നിയമപരമായ മാർഗം കണ്ടെത്താൻ വളരെ കുറച്ച് സമയമേ ലഭിക്കൂ. അല്ലെങ്കിൽ ഉടൻ രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടാകാം. നിലവിൽ 60 ദിവസത്തെ സമയത്ത് ഒരു H-1B തൊഴിലാളിക്ക് പുതിയ കമ്പനി കണ്ടെത്തി അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുതിയ തൊഴിലുടമയിലേക്ക് മാറാനുള്ള നടപടികൾ തുടങ്ങാൻ സാധിക്കും. എന്നാൽ ഈ ഇളവ് ഇല്ലാതെയായാൽ ജോലി നഷ്ടപ്പെട്ട ശേഷം അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് പുതിയ തൊഴിലുടമയിലേക്ക് മാറുന്നതും വിസ സ്റ്റാറ്റസ് മാറ്റുന്നതും വളരെ ബുദ്ധിമുട്ടാകും. പ്രത്യേക സാഹചര്യങ്ങളിൽ USCIS ഇടപെട്ട പഴയ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടതിനെ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ അത് സാധാരണ തൊഴിലാളികൾക്ക് ഉറപ്പുള്ള അവകാശമായി കണക്കാക്കാനാവില്ല. ഈ നീക്കം H-1B തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നതല്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. E-1, E-2, E-3, H-1B, H-1B1, L-1, O-1, TN തുടങ്ങി ചില നോൺ ഇമിഗ്രന്റ് വിഭാഗങ്ങളിലുള്ള തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളെയും നിലവിലെ 60 ദിവസത്തെ സംരക്ഷണത്തിന്റെ പരിധിയിൽ വരുന്നു. ആയതിനാൽ നിർദ്ദേശം അതേ രീതിയിൽ നടപ്പായാൽ വിവിധ വിഭാഗങ്ങളിലുള്ള വിദേശ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഇത് ബാധിച്ചേക്കാം. അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ഈ നീക്കം പ്രത്യേകിച്ച് പ്രധാനമാണ്. കാരണം H-1B വിസയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗവും ഇന്ത്യയിൽ ജനിച്ചവരാണ്. USCIS കണക്കുകൾ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ അംഗീകരിച്ച H-1B അപേക്ഷകളിൽ ഏകദേശം 71% ഇന്ത്യയിൽ ജനിച്ചവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ H-1B നിയമങ്ങളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ IT ജീവനക്കാരെയും മറ്റ് വിദഗ്ധ തൊഴിലാളികളെയും നേരിട്ട് ബാധിക്കാം. പ്രത്യേകിച്ച് IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കാണ് ജോലി നഷ്ടപ്പെട്ടാൽ പുതിയ ജോലി കണ്ടെത്താൻ ഈ സമയം ആവശ്യമായി വരുന്നത്. ഒരു കമ്പനിയിലെ ജോലി അവസാനിച്ചാൽ അടുത്ത കമ്പനിയിൽ അഭിമുഖങ്ങൾ, ജോലി ഓഫർ, രേഖകൾ, വിസ നടപടികൾ എന്നിവ പൂർത്തിയാക്കാൻ പലപ്പോഴും സമയം വേണ്ടിവരും. 60 ദിവസത്തെ സമയം ഇല്ലാതെയാകുന്നത് ഈ അവസരം വളരെ കുറയ്ക്കും. ഇതിന്റെ ബാധ്യത തൊഴിലാളികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. H-1B പോലുള്ള പ്രധാന വിസക്കാരുടെ കൂടെ അമേരിക്കയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതമുണ്ടാകാം. ഒരു പ്രധാന തൊഴിലാളിയുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെയോ അവരുടെ വിസ സ്റ്റാറ്റസിനൊപ്പം കുടുംബങ്ങളുടെയോ താമസാവകാശത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ജോലി നഷ്ടപ്പെടുന്ന ഒരാളുടെ തീരുമാനം മാത്രമല്ല, മുഴുവൻ കുടുംബത്തിന്റെയും അമേരിക്കയിലെ താമസത്തെ ബാധിക്കുന്ന വിഷയമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നതാണ്. നിർദ്ദേശം ഇപ്പോഴും ഭരണപരമായ പരിശോധനയുടെ ഘട്ടത്തിലാണ്. ആയതിനാൽ ഇപ്പോഴുള്ള 60 ദിവസത്തെ ഇളവ് നിലവിലുണ്ട്. ഭാവിയിൽ നിയമം മാറുമോ, നിലവിലെ ഇളവ് പൂർണ്ണമായി ഒഴിവാകുമോ, അതോ മറ്റേതെങ്കിലും മാറ്റം കൊണ്ടുവരുമോ എന്നത് പിന്നീട് മാത്രമേ വ്യക്തമാകൂ. അതേസമയം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന H-1B ഉൾപ്പെടെയുള്ള വിദേശ തൊഴിലാളികൾക്ക് ഇത് ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയമാണ്. പ്രത്യേകിച്ച് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളവർ അവരുടെ വിസ സ്റ്റാറ്റസ്, പുതിയ ജോലി കണ്ടെത്താനുള്ള നടപടികൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരം അറിഞ്ഞിരിക്കണം. അമേരിക്കയിൽ ജോലി നഷ്ടപ്പെടുന്ന വിദേശ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന 60 ദിവസത്തെ സാവകാശം ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ചർച്ചയിലാണെങ്കിലും അത് ഇതുവരെ നിയമമായിട്ടില്ല. എന്നാൽ നിർദ്ദേശം നടപ്പായാൽ H-1B ഉൾപ്പെടെയുള്ള വിവിധ വിസകളിലുള്ള വിദേശ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് ശേഷം അമേരിക്കയിൽ തുടരാനും പുതിയ ജോലി കണ്ടെത്താനും ലഭിക്കുന്ന അവസരം വളരെ കുറയും. പ്രത്യേകിച്ച് H-1B വിസക്കാരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരായതിനാൽ ഈ നീക്കം അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.